നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നീണ്ട 11 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തേക്ക് വന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ കൊതിച്ച മക്കൾക്ക് അച്ഛനെ കാണുവാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ 11 വർഷം കാത്തിരുന്ന ആ കുടുംബത്തിന് കേൾക്കേണ്ടി വന്നത് വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. ഏവരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പ്രവാസി ലോകത്തു നിന്നും പുറത്തേക്ക് വരുന്നത്. സൗദിയിൽ 11 വർഷം മുമ്പ് കാണാതായ തലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ചതായി സ്ഥിരീകരിക്കുകയുണ്ടായി. തലപ്പുഴ ചുങ്കം ചോലയ്ക്കൽ മുഹമ്മദിന്റെയും അലീമയുടെയും മകൻ അബ്ദുൽ നാസർ മരിച്ചതായാണ് സൗദിയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തന്നെ കാണാതാവുമ്പോൾ ഉണ്ടായിരുന്ന പ്രായം 22 എന്നാണ് ലഭ്യമാകുന്ന വിവരം. റിയാദിലെ സുലായിൽ ആൽദീസ് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ 2008 സെപ്റ്റംബർ മുതലാണ് അബ്ദുൽ നാസറിനെ കാണാതായതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. രേഖകളിൽ എന്തെങ്കിലും ഇല്ലാത്തതിനാൽ പോലീസ് പിടിയിലായിരിക്കുമെന്നാണ് കുടുംബവും നാട്ടുകാരും ഇതുവരെ വിശ്വസിച്ചിരുന്നത്. തന്നെ മുഖ്യമന്ത്രി, പ്രവാസി വകുപ്പ് മന്ത്രി, ഇന്ത്യൻ എംബസി എന്നിവർക്കെല്ലാം കുടുംബം നേരത്തെ പരാതിയും നൽകിയിരുന്നു. ഒടുവിൽ ഇന്ത്യൻ എംബസിയുടെ അന്വേഷണത്തിലാണ് അബ്ദുൽ നാസർ മരിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിവരം എംബസി അധികൃതർ വ്യാഴാഴ്ചയാണ് കുടുംബത്തെ അറിയിച്ചത്. തന്നെ ഭാര്യ നജ്മത്താണ്, മകൾ നജ ഫാത്തിമ. അങ്ങനെ 11 വർഷത്തെ കാത്തിരിപ്പിൽ ഭാര്യയ്ക്കും മകൾക്കും മാതാപിതാക്കൾക്കും ഒപ്പം നാട്ടുകാർക്കും കേൾക്കേണ്ടി വന്നത് ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. ഇത് പ്രവാസ ലോകത്ത് ഏറെ നൊമ്പരമായി മാറുന്നു. അങ്ങനെ അബ്ദുൽ നാസർ മരിച്ചതായി സ്ഥിരീകരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ നീണ്ട 11 വർഷത്തിന്റെ കാത്തിരിപ്പിനാണ് വിരാമം കുറിച്ചിരിക്കുന്നത്. ഇത് ഏറെ ദുഃഖകരം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.